നടത്താനായി ബിന്ദുവിനെ ഓമനയുടെ വീട്ടിൽ കൊണ്ടുപോയി. രാത്രി തിരികെ വരുമ്പോൾ ഉറക്കെ പാട്ടുപാടി സ്വീകരിച്ച ഒരു ASIയെ കുറിച്ചും പറയുന്നുണ്ട് ക്രൈംബ്രാഞ്ച് കുറ്റപത്രം. KS പ്രസന്നകുമാർ എന്ന ആ ASI മുത്തേ മുത്തേ കിങ്ങിണി മുത്തേ എന്ന ഗാനം പാടിയാണ് ബിന്ദുവിനെ സ്റ്റേഷനിലേക്ക് കയറ്റിയത്. പിന്നീട് FIR രജിസ്റ്റർ ചെയ്ത വിവരം പോലും പ്രസന്നകുമാർ ബിന്ദുവിനെ അറിയിച്ചില്ല. ഗ്രേഡ് ASI സജീദിനെ കുറിച്ചും കുറ്റപത്രത്തിൽ പരാമർശമുണ്ട്. പരാതി രജിസ്റ്ററിൽ ചേർത്ത് രസീത് നൽകിയില്ല എന്നതാണ് അത്. ബിന്ദു സ്റ്റേഷനിലുള്ള വിവരം വീട്ടുകാരെ അറിയിക്കേണ്ടതും സജീദിന്റെ കടമയായിരുന്നു. അതും ചെയ്തില്ല. മര്യാദയ്ക്ക് മാല തിരിച്ചു കൊടുക്കാൻ പറഞ്ഞ് ബിന്ദുവിനെ ഭീഷണിപ്പെടുത്തിയതും സജീദാണെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തി. ജയിലിലിടുമെന്ന് ഭീഷണിപ്പെടുത്തിയത് സിവിൽ പോലീസ് ഓഫീസർമാരായ ഷാജിറ ബീഗവും സഫീല ബീവിയുമാണ്. ആ സ്റ്റേഷനിൽ ആ സമയത്തുണ്ടായിരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനും ബിന്ദുവിനോട് കരുണയോടെ പെരുമാറിയില്ല. മുഴുവൻ ആളുകളും ബിന്ദുവാണ് കുറ്റവാളി എന്ന് വരുത്തി തീർക്കാൻ മത്സരിക്കുകയായിരുന്നു. SI SG പ്രസാദ്, ASI KS പ്രസന്നകുമാർ, പരാതിക്കാരി ഓമന ഡാനിയൽ എന്നിവർക്കെതിരെ ക്രിമിനൽ കേസെടുക്കാനാണ് ക്രൈംബ്രാഞ്ച് ശുപാർശ ചെയ്തിരിക്കുന്നത്. വകുപ്പ് തല നടപടികൾ വേറെയും ഉണ്ടാകും. സ്റ്റേഷനിലെ കുറ്റക്കാരായ മറ്റുദ്യോഗസ്ഥർക്ക് താക്കീത് നൽകാനും ശുപാർശയുണ്ട്. പക്ഷേ ഇതുകൊണ്ടൊക്കെ ബിന്ദു നേരിടേണ്ടി വന്ന അനുഭവത്തിന് പരിഹാരമാകുമോ എന്നാണ് ചോദ്യം.